നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലടുത്ത് കീഴാറ്റിങ്ങലടുത്ത് തെനവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ രാവിലെ എന്തോ 4 മണിയായപ്പോൾ ഒരു പടക്കോന സൗണ്ട് കേട്ട് ഷീറ്റിൻ്റെ മുകളിൽ. അത് കഴിഞ്ഞ് അമ്മ നേരം വെളുത്തൊരു 6:30-7 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് കൂട് തുറന്ന് നോക്കുന്ന സമയത്ത് ഒരനക്കം കാണുന്നില്ല. അങ്ങമ്മ കൂട് ഇരുട്ടത്ത് കൂട്ടിൻ്റെ നോക്കിയപ്പോൾ ഒരു കോഴി ചത്ത് കിടക്കുന്നു. ആ കോഴിയെടുത്ത് വെളിയിൽ ഇട്ടിട്ട് അമ്മ കൈവച്ച് തടവിയപ്പോൾ എന്തോ ഒരു മിനുസമുള്ള സാധനത്തിൻ്റെ പുറത്തോട്ട് പോയി. അങ്ങനെ മോനെ വിളിച്ച് പറഞ്ഞ് മോൻ പെട്ടെന്ന് ടോർച്ചായിട്ട് വന്ന് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ ആ കോഴിയൊക്കെ ഒന്ന് അതിഥി ആ മൂലയ്ക്ക് അങ്ങനെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അത് വേറൊന്നല്ല, നമുക്കിപ്പോൾ കുറച്ചായി, എനിക്ക് 2-3 മാസം മുന്നെയാണ്, കുറച്ച് ദിവസം മുന്നെയാണ് നമുക്ക് ആ അതിഥിയെ കിട്ടുന്നത്. അടിപൊളി വെള്ളരിക്ക തടിയും കാര്യം സൂപ്പർ, എല്ലാം കൃഷി. നമസ്കാരം, സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിശേഷം? സുഖം. ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ കോഴി കുറിച്ച് കൂട്ടന്മാർ തന്നെ. ഇത് എവിടെയാണ് ഇത് സംഭവം? ഇതിൻ്റെ പുറകിലോ? ഇതിനകത്തോ? അപ്പുറത്തോ? ഇരിപ്പുണ്ട്, പോയിട്ടില്ല അല്ലേ? ഓ, തീരെ ചെറുതല്ല അല്ലേ? അടിപൊളി. അപ്പോൾ അതിനകത്ത് കറക്റ്റാണ് കോഴിക്കോണ്ട മൂലയ്ക്ക് തന്നെ ഉണ്ട് പെരുമ്പാമ്പ്. പക്ഷേ നമുക്ക് ഇവർ പറഞ്ഞ മറ്റേ കോഴി എന്ത് ചെയ്തു? അപ്പുറത്ത് വേണം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. ഒരെണ്ണത്തിനെ പിടിച്ചോളായിരുന്നോ? അതാണ്ട് ഇതിനകത്തൊരെണ്ണം നിൽക്കണമ്മ. ഇപ്പം ബിരിയാണി ആവും. ഓ, ഇതാണ് ഇതിനെ തോന്നുന്നല്ലേ. അപ്പോൾ ഇതായി തുടങ്ങിയില്ല, ഈച്ച വന്നു തുടങ്ങി. അപ്പോൾ രാവിലെ ആയിരിക്കും അല്ലേ? ഓഹോ. എന്താ ചുറ്റി വരിഞ്ഞ് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നുണ്ടോ? നല്ല സൈസുള്ള കോഴി, അമ്മയുടെ മുട്ടക്കോഴിയായിരുന്നു പാവം. അപ്പോൾ ഇതിനകത്ത് ഒരു അത്ഭുതം എന്ന് പറയാൻ പറ്റില്ല. ഇത് മേളിലൊരു പറമ്പ് വേക്കൻ്റായി കിടക്കണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഈസിയായിട്ട് മതിലിൽ കൂടെ ഇതിനകത്തോടെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഉണ്ട് ആശായി, നമുക്ക് നോക്കാം. അടിപൊളി, ഇതായിരിക്കുന്നു. നമുക്ക് കിട്ടണമെങ്കിലാണെങ്കിൽ ഇത് ഒന്നുമല്ല, വെറും ചെറുത്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഈ തൊട്ട് കുറച്ചപ്പുറത്ത് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്ത് എനിക്ക് ഒരു അമ്പലത്തിൻ്റെ ഒരു മാളത്തിനകത്ത് ഞാനൊരു JCB വെച്ച് ഒരു 3-5 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സാധനം എടുത്താൽ പോകാത്ത ഒരു സാധനം. പക്ഷേ ഇതത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ വാലിൻ്റെ അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല കോഴിയെ അദ്ദേഹം തട്ടി. പക്ഷേ എൻ്റെ കോഴിയൊന്നും ഒരു പുറത്ത് വിടുന്നു, അമ്മയ്ക്കുള്ള കോഴി അമ്മ പുറത്ത് വിടാതെ കൂട്ടിനകത്തിട്ട് വളർത്തിക്കൊണ്ടുവന്ന കോഴിയായിരുന്നു. ഇന്നാണ് കോഴി പുറം ലോകം കാണുന്നത്. ഇവിടെ അടിപൊളി നന്നായിട്ട് കടി വരാൻ സാധ്യതയുണ്ട്. നല്ല കടി, പറ കടിക്കും. അത് മാത്രമല്ല ഇവൻ്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ, പിടിച്ച് കഴിഞ്ഞാൽ അപ്പോഴ് മോഷൻ അടിക്കാന്നുള്ളതാണ്. കണ്ടോ, അടിച്ചു കഴിഞ്ഞാൽ കണ്ടല്ലേ. മേളിൽ കയറി പോകുന്നു. അവൻ അപ്പുറത്ത് വെറും ഉരയ്ക്കകത്ത് ഇറങ്ങാനുള്ള പരിപാടിയാണ്. വെറും ഉരയ്ക്കകത്താണ് ഇറങ്ങുന്നത്. വെറും ഉരയ്ക്കകത്ത് പോകാൻ അവന് പറ്റൂല. വേറെ വരയ്ക്കകത്ത് അതിനകത്തുള്ള ഗില്ലിപ്പോൾ നമുക്ക് വലിച്ചിങ്ങ് എടുക്കാൻ പറ്റില്ല. വേറെ വരയ്ക്കകത്ത് പോയി കഴിഞ്ഞാൽ ഈ ഗില്ലിനകത്ത് കൂടെ അപ്പുറത്ത് പോകുന്നു. തല അത്രയും പകുതി അങ്ങ് അപ്പുറത്തായി, പകുതിയിൽ 3/4 ഭാഗം ഈ ചെറിയ ഹോളിൽ കൂടെ അപ്പുറത്ത് പോയി.
അപ്പോൾ ഇനി ഇവിടുന്ന് വലിച്ചെടുക്കാൻ പറ്റില്ല, അപ്പുറത്ത് വേല എടുക്കാൻ പറ്റുള്ളൂ. വേണ്ട മൂത്രം ഒഴിച്ചുകൊണ്ട വിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ആ ഹോളിൽ കൂടെ അപ്പുറത്ത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവൻ നേരത്തെ വന്ന് ഇതിനകത്ത് ഇരുന്ന് കാണും, അതിനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അതിനകത്തൂടെ ആ ഹോളിൽ കൂടെ ഇതിനകത്ത് ഇപ്പുറത്ത് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഇനി അവനെടുക്കുക കുറച്ച് പണിയുണ്ട്. കാരണം അവൻ നേരെ എനിക്ക് തോന്നുന്നത് ഇതിന് മുന്നേ ഈ ഇവിടെ അതൊക്കെ വന്നിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇത്ര കറക്റ്റായിട്ട് ആ സ്ഥലം കണ്ടെത്താനായിട്ട് ഒരു സാധ്യതയില്ല. ഇത്ര കറക്റ്റായിട്ട് ആ സ്ഥലം ഇവിടെ ഇരുന്നത് പോലെ വെച്ചിരുന്നത് പോലെയാണ് അവൻ ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, ഇവർ കാണാത്തതുകൊണ്ടായിരിക്കാം. കോഴിയുടെ എണ്ണമൊക്കെ കറക്റ്റ് തന്നെയെന്ന് അറിയില്ല. ഇറങ്ങുമ്പോൾ ഇതാ ചൂടിൻ്റെ അടിപൊളി ഇതായിരിക്കും. ഇതാണ്ടോ നിവർന്നതായിരിക്കും. ഇതാ ഞാൻ വരച്ച് വേറെ അത്രയും മാറ്റേണ്ടി വരും, അതിൻ്റെ ഒന്നും ഒരാവശ്യം വന്നില്ല. ഇതായിരിക്കണം അവിടെ നേരെ ഹോളിൽ കൂടെ കയറി ഇതാ വേറെ ഒരിടത്തിനും പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇതായിരിക്കും ഇതാണ്ട. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല, നമ്മളതിനെ എടുക്കാനുള്ള പരിപാടിയിലാണ്. കാരണം നേരത്തെ നമ്മളെ അവൻ പറ്റിച്ചു എന്ന് പറയാൻ കാരണം നമ്മൾ എടുക്കുന്നതിനിടയിൽ അവൻ ചാടി അവിടെ നിന്ന് നേരെ എന്താ അവനവിടെ നേരെ ചാടി ഇപ്പുറത്തെ ജനൽ വഴി തീരെ ചെറുതൊന്നുമല്ല, ഇത് നല്ല എന്തായാലും ഒരു 10-20 കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിട്ടതിന് ശേഷം ഭക്ഷണം തേടി ഇറങ്ങിയ ആളായിരിക്കണം. അമ്മ ചിക്കനെല്ലാം കൊടുത്താൽ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വളർത്തിയായിരുന്നു ആശാനെ. ഓ ആയിക്കോട്ടെ, കടിയോട് കടി, വേറെ ഒരു പണിയില്ല. കഥകളുടെ ഒരു രാജാവാണ് പെരുമ്പാമ്പ് എന്നറിയപ്പെടുന്ന, പൈത്തൺ എന്നറിയപ്പെടുന്ന, റോക്ക് പൈത്തൺ എന്നറിയപ്പെടുന്ന. നമ്മുടെ നാട്ടിൽ 2-3 ടൈപ്പ് പെരുമ്പാമ്പുണ്ട്, പക്ഷേ എല്ലാം ഒന്ന് തന്നെയാണ് പെരുമ്പാമ്പ്. ഈ ഒരാഴ്ച തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് 1-2 10 ഒന്നുമില്ല, ഒരുപാട് കേസുകൾ പെരുമ്പാമ്പിൻ്റെ കേസുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞാൽ പഴവുണ്ണി എന്നറിയപ്പെടുന്ന, മരപ്പട്ടി എന്നറിയപ്പെടുന്ന അതേ കണം. പിന്നെ ഇവിടുത്തെ നാട്ടിൽ സ്ഥിരം ഈ വീട്ടിൽ അമ്മയോട് ചോദിച്ചാൽ ഇവിടെയൊക്കെ സ്ഥിരം വന്നിട്ടുണ്ടായിരുന്ന പൂച്ചകൾ ഇപ്പോൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് കഴിയുമ്പം പൂച്ചയെ പിടിക്കാറുണ്ട്, മരപ്പട്ടിയെ പിടിക്കാറുണ്ട്. പിന്നെ അതുപോലെ നായ്ക്കൾ, നമ്മൾ തെരുവ് നായ്ക്കൾ ധാരാളമുണ്ട്. തെരുവ് നായ്ക്കളെയൊക്കെ പിടിക്കുന്നൊരു വിനോദം ഇവർക്കുണ്ട്. കണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടോ, നായയൊക്കെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലായി ഇവൻ എല്ലാത്തിനും പണി. പക്ഷേ ഇവന് വേറൊരു പ്രത്യേകത ഒന്നും, ഇത് ചെറുതല്ല, ഇദ്ദേഹത്തിന് പ്രത്യേകം ഇദ്ദേഹം ഫീമെയിൽ പെണ്ണാണ്, അറിയില്ല, പെണ്ണാണ്, തല ചെറുത് പെണ്ണാണ്. അത് മാത്രമല്ല ഇദ്ദേഹം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ചതിന് ശേഷം ഭക്ഷണം തേടി ഇറങ്ങി. അതിനുശേഷം ഒരു 14 മുതൽ 20ഓളം മുട്ടകളിടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എല്ലാ മുട്ടകളും വിരിയണമെന്ന് നിർബന്ധമില്ല, കാരണം ഇത് ചപ്പിനകത്തേക്ക്, മാളങ്ങളിലെല്ലാം മുട്ടയിടുന്നത്. ചപ്പിനകത്തൊക്കെ മുട്ടയിടുന്ന സമയത്ത് ചപ്പിനകത്ത് മുട്ടയിട്ട് വെളിയിലിരിക്കുമ്പോൾ മറ്റ് ജീവികൾ, ഇപ്പോൾ കീരി വന്ന് ഇതിൻ്റെ മുട്ടയ്ക്ക് ഇത് മാറുമ്പോൾ കീരി വന്ന് അറ്റാക്ക് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ഉടുമ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഉടുമ്പ് ഇദ്ദേഹത്തിൻ്റെ മുട്ട അടിച്ചുകൊണ്ട് പോകാറുണ്ട്. പിന്നെ മയിലുണ്ടെങ്കിൽ മയിൽ, കുറുക്കൻ, കാട്ടുപൂച്ച, ഇവയൊക്കെ ഇവയുടെ മുട്ടകൾ ആക്രമിക്കാറുണ്ട്, കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ
കൊണ്ട് ഇവരെല്ലാം വിരിയണം നിർബന്ധമൊന്നുമില്ല. അറിയാലോ, പെരുമ്പാമ്പിനെ എന്ന് പറഞ്ഞ സാധനം സാധാരണഗതിയിൽ മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. ചേര കഴിഞ്ഞാൽ പിന്നെ പല്ലിൻ്റെ ഏറ്റവും കൂടുതൽ എണ്ണം കൂടിയത് ഇവർക്കാണ്. ഇപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഞാൻ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോട്ടയത്തിനടുത്ത് പാലായ്ക്കടുത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് 12 വർഷങ്ങൾക്ക് മുന്നേ പെരുമ്പാമ്പിൻ്റെ കടിയേറ്റതിന് ശേഷം 12 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കടികിട്ടിയ ഭാഗത്ത് ഒരു സ്കിന്നിലൊരു ഇൻഫെക്ഷൻ വന്നു. അത് കോട്ടയം മെഡിക്കൽ കോളേജ് കാണിച്ചപ്പോൾ ഒരു നേരെ ട്രിവാൻഡ്രം RCCയിലേക്ക് റെഫർ ചെയ്ത് ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം അത് വന്ന് അവിടെ നിന്ന് ചെക്ക് ചെയ്തപ്പോൾ അറിയുന്നത് അത് സ്കിൻ ക്യാൻസറായി മാറി. അപ്പോൾ അതെടുത്ത് മാറ്റിയപ്പോൾ പണ്ട് 10 വർഷങ്ങൾക്ക് മുന്നേ കടിച്ച പെരുമ്പാമ്പിൻ്റെ പല്ലിൻ്റെ പൊടി ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് നമ്മളിതിനെയൊക്കെ കാണാതിരിക്കുക. ഇത് വനമില്ലെങ്കിൽ പോലും മനുഷ്യനെ കൊല്ലുന്നതല്ലെങ്കിൽ പോലും കടി കിട്ടിയാൽ നമ്മൾ അതിൻ്റെ പ്രാഥമികമായിട്ട് നന്നായിട്ട് സോപ്പിട്ട് കഴുകി കളയുക. നന്നായിട്ട് പല്ലൊന്നും ഇരിക്കാതെ പിച്ചാത്തി എന്തെങ്കിലും അതങ്ങനത്തെ സാധനം വെച്ചാൽ മുറിവ് നന്നായിട്ട് ചിരണ്ടി കഴുകി കളയുക. നമ്മൾ വിചാരിക്കും പെരുമ്പാമ്പല്ലേ TT എടുത്താൽ മതി. TT എടുത്താലും അകത്തിൻ്റെ അംശങ്ങളുണ്ടെങ്കിൽ പിന്നീട് അത് ചൊറിഞ്ഞ് പൊട്ടാനോ അലർജി ഉണ്ടാകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അറിയാലോ, ഇവർ ഫുഡ് കഴിക്കുമ്പോൾ ചവച്ചരച്ച് കഴിക്കുന്ന ജീവിയല്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ അഴുകി വരുന്നൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ പറയുക, വായിലൊക്കെ അണുക്കളുണ്ടാവും. അപ്പോൾ കടിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ. ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ കടികൾ ഡെയിലി കിട്ടാറുണ്ട്. പെരുമ്പാമ്പിൻ്റെ അല്ല, ചേരയുടെയും ചോർപ്പാമ്പിൻ്റെയും. ഇപ്പോൾ ഇന്ന് രാവിലെ ചോർപ്പാമ്പിൻ്റെ ഏകദേശം 12ഓളം കടികൾ കിട്ടിയിട്ടുണ്ട്. ചെറിയ കടി പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ കടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ എന്നെപ്പോലുള്ളവർക്ക് അപകടമുണ്ട്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് അലർജി ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. പിന്നെ നല്ല ആഴത്തിലേക്ക് മുറിവുണ്ടാകും. ഇപ്പോൾ ഇവിടെ നിന്നുണ്ട് ഇവിടെ പിടിക്കാം, മാംസം ഈ തുടയിൽ പിടിച്ചാൽ നല്ല പല്ല്, നല്ല എന്താ പറയുക, ഷാർപ്പായിട്ടുള്ള പല്ല്, വലിയ പല്ല്, നല്ല ശക്തിയായിട്ടുള്ള പല്ലാണ് ഈ മേളിലത്തെ മോണയിലുള്ള പല്ല്. അപ്പോൾ പിടിക്കുമ്പോൾ ആ മാംസത്തിലേക്ക് നല്ല ആഴത്തിലിറങ്ങും. അപ്പോൾ നമ്മൾ സാധാരണ പാൻസൊക്കെ അല്ലെങ്കിൽ മുണ്ടൊക്കെ ആണെങ്കിൽ കറക്റ്റ് കടി കിട്ടുമ്പോൾ നന്നായിട്ട് മുറിവുണ്ടാകും, നന്ന ആഴത്തിൽ മുറിവുണ്ടാകും. അതിന് സാധ്യത കൂടാം. അപ്പോൾ അതുകൊണ്ട് ഇത് പെരുമ്പാമ്പിൻ്റെ കടി കിട്ടിയെന്ന് പറയാൻ ഭയപ്പെടേണ്ടതില്ല, ടെൻഷൻ വേണ്ട. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, പെരുമ്പാമ്പിനെയും അണലിയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം? പകൽ വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാം, പെരുമ്പാമ്പിൻ്റെ പ്രത്യേക ശരീരം കൊണ്ടോ നല്ല ഷൈ സ്കിന്നാണ്, നല്ല പളവളായിരിക്കേണ്ടത്, നല്ല സിൽക്കി സ്കിന്നാണ് കേട്ടോ. അത് നമുക്കിനി കുഞ്ഞായിരുന്നാലും വലുതായിരുന്നാലും എത്രത്തോളം വലുതായിരുന്നാലും ഈ സ്കിന്ന് തന്നെയാണ്. പക്ഷേ അണലിക്കാണല്ലോ, അണലിയുടെ സ്കിന്നെന്ന് പറയുമ്പോൾ തൊലി എന്ന് പറയുമ്പോൾ നല്ല റഫായിട്ടുള്ള, അത് നമ്മുടെ ഒരു പരപരപ്പ് ഉള്ളൊരു തൊലിയാണ് അണലി. അത് നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. അത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ദേഹത്തുള്ള ഇതെന്ന് പറഞ്ഞാൽ കോളം. മറ്റേ അണലിയുടെ അങ്ങനെ, അണലിയുടെ ഡയമണ്ട് ഡിസൈൻ, കറക്റ്റ് ഡയമണ്ട്, തല മുതൽ വാലറ്റം വരെ ഡയമണ്ട് ഡിസൈൻ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ തലയുടെ മേളിൽ ഒരു കുരിശു മാർക്ക് പോലെ തോന്നും. അത് നമുക്കൊരു ഒരു ഇൻഡു മാർക്ക്, ഇങ്ങനത്തെ ഒരു ഇൻഡു മാർക്ക് നമുക്ക് കാണാൻ പറ്റും ഇദ്ദേഹത്തിൻ്റെ തലയുടെ മേളിൽ. അത് എന്താ പറയുക, എല്ലാ പെരുമ്പാമ്പിനും കുഞ്ഞുങ്ങളിൽ കാണുന്നില്ല, വലിയ അതിൽ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇതേ അറിയില്ല, നമുക്ക് നന്നായിട്ട് കടിക്കുന്ന, നല്ല ചാടി കുതിച്ച്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഇത്രയും അകലത്തിൽ കടിക്കാൻ കഴിയും. ഇത്തിരി കൂടെ ആരോഗ്യമുള്ളതാണെങ്കിൽ ഇങ്ങ് പൊക്കത്തിലേക്ക് കടിക്കാൻ കഴിയും. ഇപ്പോൾ ഈ കോഴിക്കുട്ടി കയറി കോഴിയെ പിടിച്ചു. തീരെ ചെറുതൊന്നുമല്ല, നല്ല വലുതാണിത്. നല്ല വലുത് ചോദിച്ചാൽ 6 അടിയോളം നീളം ഇതിന് തന്നെ ഉണ്ട്. നമ്മൾ ചോദിച്ചാൽ അതിനകത്ത് ചുറ്റിയിരുന്നപ്പോൾ നമ്മൾ വെച്ചാൽ കുഞ്ഞ് സാധനമാണ്. നമുക്ക് തീരെ ചെറുതല്ല. ഞാൻ തന്നെ 5'9", എന്നെക്കാൾ നല്ല ഹൈറ്റ് അല്ലേ, എന്നെക്കാൾ ഹൈറ്റ് ഉണ്ട്. ഉണ്ടോ, 6 അടിയല്ല 7 അടിയോളം നീളമുണ്ട്, 7 അടിയിലേറെ നീളമുണ്ട്. ഫീമെയിലാണ്, പെണ്ണാണ്. മുട്ട ഇട്ടുണ്ടോ, മുട്ട ഇവിടെ തന്നെ ഉണ്ടെന്ന് നിർബന്ധമില്ല. അത് ഏതോ പറമ്പില്ല, അടുത്തല്ലെങ്കിൽ കുറേ ദൂരത്തിലുള്ള ഏതെങ്കിലും പറമ്പിലായിരിക്കും മുട്ട ഇട്ടിരിക്കുന്നത്. ഏഴടിയോളം നീളമുണ്ട്. നല്ല ഒത്തൊരു ആൾ തന്നെ. മുട്ടയിട്ടുകൊണ്ട് മാത്രം അദ്ദേഹം ടയർഡായെന്നുള്ളതേ ഉള്ളൂ, വണ്ണം കുറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും
നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ കോഴിയെ പിടിക്കാൻ വന്ന നമ്മുടെ ആള്. അമ്മച്ചിയുടെ കോഴിയെല്ലാം ഇന്ന് റെഡിയാക്കിയേനെ. ഇന്ന് ബിരിയാണി ആയിരുന്നു, ആ ബിരിയാണിയാണ് അമ്മ ഇല്ലാതാക്കി കളഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്കിതാ കണ്ടല്ലോ, ഇത് മുട്ടയിട്ട് ടയർഡായ ഫീമെയിലിനാണ്. കീരി അവൻ പിടിക്കും, അവന് കീരി പ്രശ്നമല്ല. ഇപ്പം നമ്മൾ സമയം കളയാനല്ല, നമുക്ക് ഒരുപാട് കോളുകൾ ഇനിയും വെയിറ്റിംഗ്. ചേട്ടാ ചാക്ക് വിട്ടാൻ തരാം. കേരള അങ്ങോട്ടെ കയറാൻ പറഞ്ഞാൽ പിന്നെ എന്താ നാണക്കേട് വിചാരിക്കണം. വേണ്ട കയറാൻ നമ്മൾ അനുസരണമുള്ള പാമ്പ്, നമ്മൾ പറഞ്ഞ അനുസരിച്ച് നല്ലതായിട്ട് അനുസരിക്കണ്ട. കേട്ടാ അതൊട്ട് കേടാ കയറിപ്പോടാ, മൂലയിൽ പോടാ, മൂലയിൽ പോക്ക്. ആ മൂലയിൽ പോക്കണം, പൊക്കെ പെട്ടെന്ന് പോ. ചെല്ലട്ട് പോ പോടാ അങ്ങോട്ട് പോടി. അല്ല പോടാ അല്ല പോടി. മോളെ മക്കളെ പൊക്കെ. അപ്പോൾ എന്തായാലും എന്താ ചാക്കിനകത്തായി. ഇത്രയും നേരം എൻ്റെ അമ്മച്ചിയെ പേടിപ്പിച്ച്, എൻ്റെ അമ്മയെ പേടിപ്പിച്ച പാമ്പ് ഇതാ ചാക്കിൽ. അപ്പോൾ എന്തായാലും നമ്മളെ പ്രിയപ്പെട്ട അമ്മയുടെ വീട്ടിൽ, അമ്മയുടെ മോനൊന്നുമില്ലായിരുന്നെങ്കിൽ ഇന്ന് 4 മണിക്ക് പുള്ളിക്കാരൻ ടോയ്ലറ്റിൽ പോയിട്ടപ്പോൾ എന്തോ വീഴുന്ന സൗണ്ട് കേട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ഇതാണെന്ന് ഉറപ്പില്ല, എന്തൊരു സൗണ്ട് കേട്ടു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് അമ്മ രാവിലെ 8 മണിക്ക് കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോണ അമ്മയാണ് ഇന്ന് 6 മണിക്ക് എണീറ്റ് പോയി. വല്ല ആവശ്യമുണ്ട് ആ ചത്തയില്ലെങ്കിലും അത് തിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കോഴിയും പ്രാവിനെയും കോഴിയൊക്കെ സ്നേഹിക്കുന്നതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ, ഒരു കാരണവശാലും രാവിലെയോ സായം സമയത്തോ നിങ്ങൾ ഒരു കാരണവശാലും കോഴിക്കൂടിനകത്ത് രാവിലെ പോയി ലൈറ്റ് അടിച്ച് നോക്കാതെ കൈയൊന്നും ഇടരുത്. കോരാണിക്കടുത്ത് കോഴിക്കൂടിനകത്ത് മുട്ടയിട്ടിരുന്ന കോഴിയുടെ മുട്ടയെടുക്കാണ്ട് രാവിലെ നിന്ന് കൈയിട്ട് മുട്ടയൊക്കെ കൈ വെച്ചതും പാമ്പ് കടിച്ചു. അമ്മ മരണപ്പെട്ടത് എനിക്ക് 12-13 വർഷമാവുന്നു. കൊരണില മുരക്കുമ്പഴ പൊല്യൂഷൻ്റെ പുറകിൽ 15 വർഷത്തിനേറെയായി. അതുകൊണ്ട് ഒരു കാരണവശാലും കോഴിക്കൂടിനകത്ത് രാവിലെ ഒന്നും പോയി കൈയിട്ട് ഒന്നും എടുക്കാൻ ശ്രമിക്കുന്നത്, നന്നായിട്ട് ലൈറ്റ് അടിച്ച് നോക്കുക. സായം സമയത്തും വൈകുന്നേരത്ത് വരെ ശ്രദ്ധിക്കുക. എപ്പോഴും കോഴിക്കൂടിനകത്ത്, ഇപ്പോൾ ഒഴിഞ്ഞ പറമ്പിലൊക്കെയാണ് കോഴിക്കൂടിനകത്ത് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ ചെയ്യാവും. വെറുതെ അപകടങ്ങളൊന്നും വിലയ്ക്ക് വാങ്ങരുത്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുടെ വളർത്തു കോഴിയെ, ഇഷ്ടപ്പെട്ട കോഴിയെ പിടികൂടിയ ചെറിയൊരു പെരുമ്പാമ്പ്, ഏകദേശം 6 വയസ്സോളം പ്രായം വരുന്ന പെരുമ്പാമ്പ് പദ്ധതിയെ പിടികൂടിയ വിശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി. നമസ്തേ.